CPM-ലെ പുതുതലമുറ രാഷ്ട്രീയം മൂലക്കിരുത്തിയ നേതാവാണ് ജി സുധാകരൻ. ആലപ്പുഴ ജില്ലയിൽ CPM-ന്റെ നട്ടെല്ലായിരുന്ന നേതാവിനെ ഇപ്പോൾ പാർട്ടി എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയാണ്. ഈ അവഗണനയിൽ പാർട്ടിക്കുള്ളിലും ചിലരിൽ അതൃപ്തി ശക്തമാണ്. ഇപ്പോഴിതാ മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരനെ CPM അവഗണിക്കുന്നതിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്. ജി സുധാകരനെ പിന്തുണച്ച് ഫേസ്ബുക്ക് കുറിപ്പിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ എഴുതിയത്: സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വെളിച്ചമെന്ന് അഭിമാനത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയാവുന്ന പേരുകളിൽ ഒന്നാമത് സഖാവ് ജി സുധാകരൻ തന്നെയാണ്. ആ പേരും പറഞ്ഞ് എത്ര ഉപദ്രവിച്ചാലും മൂലക്കിരുത്തിയാലും വെട്ടിക്കൂട്ടിയാലും അതുറക്കെ പറയാൻ പേടിയില്ല. സഖാവിനെക്കുറിച്ച് നാടുനീളെ നടന്ന് കുറ്റം പറഞ്ഞിട്ട് നേരിട്ട് കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്നവർ വായിക്കാൻ എന്നായിരുന്നു CPM ജനപ്രതിനിധിയുടെ പോസ്റ്റ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഷീബ രാഗേഷിനെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാക്കിയതും പിന്നീട് പ്രസിഡന്റാക്കിയതും ജി സുധാകരനായിരുന്നു. ഇതിനുശേഷം പിന്നീട് പലതവണയും സുധാകര വിരുദ്ധ ഏരിയ കമ്മിറ്റിയുമായി അഭിപ്രായ വ്യത്യാസം ഷീബ രാഗേഷ് പ്രകടിപ്പിച്ചിരുന്നു. ഏതാനും ആഴ്ച മുമ്പ് നടന്ന ഏരിയ സമ്മേളനത്തിൽ ജി സുധാകരനെ പങ്കെടുപ്പിക്കാതിരുന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നു. സുധാകരന്റെ വീടിന് 1 കിലോമീറ്റർ അകലെയായിരുന്നു സമ്മേളനവേദി. ആലപ്പുഴയിൽ ഇതുവരെ നടന്ന ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പോലും ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഷീബ രാഗേഷ് സുധാകര വിരുദ്ധ പക്ഷത്തിന് പ്രത്യക്ഷ മറുപടി നൽകി രംഗത്തെത്തിയത്. ഷീബ രാഗേഷിന്റെ പോസ്റ്റിനോട് CPM-ലെ മറ്റു ചില നേതാക്കൾക്കും യോജിപ്പുണ്ടെന്നാണ് അറിയുന്നത്. നേരത്തെ ജി സുധാകരനെ CPIM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ഒഴിവാക്കിയത് വിവാദമായിരുന്നു. സുധാകരന്റെ വീടിന് 1 കിലോമീറ്റർ അകലെയായിരുന്നു സമ്മേളനവേദി. ആലപ്പുഴയിൽ ഇതുവരെ നടന്ന ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പോലും ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ട് എന്ന വാക്ക് താൻ പറഞ്ഞതല്ലെന്ന് ജി സുധാകരൻ വ്യക്തമാക്കുകയും ചെയ്തു. അവിടുത്തെ ഒരു നേതാവാണ് അങ്ങനെ പറഞ്ഞത്. അത് പാടില്ലെന്നാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞത്. മാധ്യമങ്ങൾ നൽകുന്നത് വസ്തുതയല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ താനില്ല. സൈഡ് ലൈൻ ചെയ്തത് പറയുന്നത് ശരിയല്ല എന്നും വ്യക്തമാക്കി. വിവാദങ്ങൾക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ എന്നിവർ ജി സുധാകരനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഷീബ രാഗേഷിനെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാക്കിയതും പിന്നീട് പ്രസിഡന്റ് ആക്കിയതും ജി സുധാകരൻ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റിയുമായി അഭിപ്രായ വ്യത്യാസം ഷീബ രാഗേഷ് പ്രകടിപ്പിച്ചത്. ഇതെല്ലാം ഇദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ജി സുധാകരനെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാത്തത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയതാണ്.